എൻ്റെ പേര് ലാലി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ കടുമേനി ഇടവഴിയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് കഴിഞ്ഞ 8 വർഷത്തോളമായിട്ടും എൻ്റെ കുടുംബത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടൊക്കെ വിട്ടിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺമക്കളാവുള്ളത്. അവർക്കൊന്നും നല്ല ജോലി കിട്ടുന്നേ ഇല്ല, കിട്ടിയ സാലറി കിട്ടുകയില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് പൈസ ഇല്ലാത്ത അവസ്ഥ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. രോഗം വന്നാൽ ചികിത്സിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ മരിച്ചാൽ മതി എന്നുള്ള ഒരവസ്ഥയിലാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വരുന്നത്. അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് സങ്കടമെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമെല്ലാം തീരും, വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം. അച്ഛൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. അച്ഛനൊരു മെഴുകുതിരി എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി ഇത് കത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2025 ഡിസംബർ 8-ാം തീയതിയാണ് ഇവിടെ വന്നത്, ഒരു ഞായറാഴ്ച. ആ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ആ വ്യാഴാഴ്ച തന്നെ പത്രത്തിൽ ഒരുപാട് ജോലിക്കൊന്നും കൊടുത്താൽ ഒന്നും ഇൻ്റർവ്യൂവിന് പോലും വിളിക്കലായിരുന്നു. അന്ന് പത്രത്തിലൊരു ന്യൂസ് കണ്ടിട്ട് എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞായിരുന്നു, അതിന് അപേക്ഷിച്ചു. അന്ന് തന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. വെള്ളിയാഴ്ച അവന് ജോലി ശരിയായി. അവൻ ഖത്തറിൽ പോയി. ഖത്തർ പെട്രോളിയത്തിൽ അവന് നല്ല ഒരു പൈസ പോലും കൊടുക്കാതെ, നല്ല ഒരു പൈസ പോലും വേണ്ടി വന്നില്ല. ടിക്കറ്റും കിട്ടി, അവരെ ഏജൻസി പൈസ ഒന്നും മേടിക്കാതെ തന്നെ ജോലി കിട്ടി. അവൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ആ വ്യാഴാഴ്ച തന്നെ, ഞായറാഴ്ച ഞാൻ അച്ഛനെ കണ്ടു, വ്യാഴാഴ്ച തന്നെ ജോലി കിട്ടി. ഇപ്പോൾ ജോലിക്ക് കയറി, കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. ഇത്ര അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാതാവിനും സകല വാഴകന്മാർക്ക് സകല വിശുദ്ധർക്കും ഒരുകൂടി നന്ദി പറയും. കടുമേനി അല്ലേ, കാസർഗോഡ് ജില്ലയിലെ കടുമേനിയിൽ നിന്ന് ദൂരം വിഷമിച്ചിട്ടായിരിക്കും ഈ സഹോദരി വന്നത്. അങ്ങനെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞായറാഴ്ച കുറേ വർഷങ്ങളായി അല്ലേ വീട് തന്നെ വിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഞായറാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നത്തെ വ്യാഴാഴ്ച വീണ്ടും വന്നില്ല, വീട്ടിലിരുന്ന് കൂടി. വ്യാഴാഴ്ച ജോലിക്ക് വിളിച്ചു, വെള്ളിയാഴ്ച എല്ലാം റെഡിയായി. ഇന്റർവ്യൂ കഴിഞ്ഞ് 1 രൂപ പോലും കൊടുക്കാതെ ഖത്തർ പെട്രോളിയത്തിൽ ജോലി കിട്ടി. കൈയടിച്ച കർത്താവിന്